അങ്ങേ ആർത്തുപാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ പാദപീഠമാകുന്ന ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഏഴായടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ ഇവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യത്തിൽ സാന്നിധ്യം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ വാക്കുമാറാത്തവനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഈ ആരാധനയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ആരാധന വചന ശുശ്രൂഷയിലും തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഏറ്റവും താഴ്മയോടെ അങ്ങയോട് യാചിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 197-ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 197. യേശുവേ വരേണമേ, നീ ഇരുണ്ട കാലത്തിൽ എൻ്റെ പാപ വൻ വിപത്തിൽ. പരമാർത്ഥമായ അനുതാപത്തോടെ നാം പാപം
ഉപയോഗിച്ചിരിക്കുന്നു. ആഘാത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പ്രവിധേന വിശ്വാസം ചതിയാലും വേണ്ടുപോലെ സഹോദരന്മാരെ സ്നേഹിക്കാറുള്ളതിനാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിത്യമരണത്തിലൂടെ വിനായിക്കുന്നു. ഈ സകല പാപങ്ങളും ഞങ്ങൾക്ക് അനുതാപവും വേദനയുണ്ട്. ഞങ്ങളുടെ ഉണ്ടായിരുന്നത് യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ പേരിൽ വീണ്ടെടുത്തല്ലാതെ ഞങ്ങളെ യാതൊരു ആശ്വാസം വഴി കാണില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വപാപങ്ങളെയും സൗജന്യമായി ക്ഷമിച്ച് തിരുമുട്ടാനെ ഞങ്ങളെ ചേർത്ത് ജീവന്റെ മൃഗത്തിലും സേവ ചെയ്യുവാൻ ഞങ്ങളെ സ്വീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന എല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് തന്നെ നിങ്ങളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചക്രങ്ങളിൽ നടത്തുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരമാകുന്നു: അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എന്നാൽ ദുഷ്ടന്റെ വർണ്ണത്തിലല്ല, ദുഷ്ടൻ തന്നെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിനത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സരിവുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി വളരാത്ത ഞങ്ങളോട് കഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിനെ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹം നിമിത്തവും തിരുവചനം, വിശുദ്ധ ചെറുകുറികൾ, യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിന്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. വേദഭാഗങ്ങൾ വായിക്കുന്നതിന് മുമ്പായി ക്രിസ്തീയ ഗീതങ്ങളിൽ 264-ാമത്തെ ഗീതത്തിന്റെ ആദ്യത്തെ 1ഉം 2ഉം ചരണം നമുക്ക് ആലപിക്കാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 264 ജീവമാർഗത്തിൽ യേശു നീ മുന്നിൽ നടന്നാകിൽ മടിയാണ്. രാജാക്കന്മാർ 8-ാം അധ്യായം 1 മുതൽ 12 വരെയും 13-ാം
അധ്യായം 25 മുതൽ 30 വരെയുള്ള ഇടത്തിന്റെ വചനങ്ങളെ എഴുതുന്നു. 1 രാജാക്കന്മാർ 8 അധ്യായം 1 മുതൽ 12. പിന്നെ യഹോവയുടെ ദൈവപട്ടണം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനത്തിലെ മുഖ്യന്മാരായ സകല ഗോത്ര പ്രധാനികളെയും യെരൂശലേമിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടിവരുത്തി. ഇസ്രായേൽ പുരുഷന്മാർക്ക് 7-ാം മാസമായ ഏതാനും മാസത്തിലെ ഉത്സവത്തിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ മൂപ്പന്മാരൊക്കെ വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരുമൊക്കെ അവയെ കൊണ്ടുവന്നത്. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടകത്തിന് മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആളുകളെയും കാളുകളെയും യാത്ര കഴിച്ചു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപെട്ടകം അതിൻ്റെ സ്ഥലത്തെ ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുചെന്നു വെച്ചു. കെരൂബുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിനു മീതെ ചിറകു വിരിച്ച് പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു. തണ്ടുകൾ നീണ്ടിരിക്കയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള ശുദ്ധമന്ദിരത്തിൽ നിന്നും കാണും. എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല. അവ ഇന്നുവരെ അവിടെ ഇരുന്നു. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് ലേഖനം ചെയ്തപ്പോൾ മോശെ ഹോരേബിൽ വെച്ച് അതിൽ വച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിന്റെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ ശുദ്ധമന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിന്നു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിന്നിരുന്നതുകൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. 13-ാം അധ്യായം. വഴി പോകുന്ന ആളുകൾ ശവം വഴി കിടക്കുന്നതും ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു. വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു. അവനെ വഴി നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ. യഹോവ അവനോട് അരുളി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിനെ ഏൽപ്പിച്ചു. അത് അവനെ കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ പുത്രന്മാരോട് കഴുതട്ടി കോപ്പിട്ട് തരുവിൻ എന്ന് പറഞ്ഞു. അവർ കോപ്പിട്ട് കൊടുത്തു. അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ കീറിക്കളയുകയോ ചെയ്തില്ല. പ്രവാചകൻ ദൈവപുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ചു കൊണ്ടുവന്നു. വൃദ്ധനായ പ്രവാചകൻ തന്റെ പട്ടണത്തിലെത്തി അവനെ കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്തു. അവന്റെ ശവം അവൻ തന്റെ സ്വന്തം തകറിൽ വെച്ചിട്ട് അവനെ കുറിച്ച് അയ്യോ എന്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു. ഇവിടെ വേദഭാഗം കഴിച്ചു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 15. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 15. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് എനിക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്.
അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർ തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾ ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതേ നിങ്ങളുടെ പിതാവ് അറിയുന്നത്. നിങ്ങൾ നിവണ്ണം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നു. നിന്റെ രാജ്യം വരണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ല. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാവില്ല. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കും. മനസ്സലിവുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തന്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുയേശുവിൽ നമ്മെ തന്റെ സമൃദ്ധിയായ കൃപകൾ കംശികളാകുവാൻ ക്ഷണിച്ചിരിക്കാനും തന്നിലുള്ള വിശ്വാസം ഞാൻ പറയുന്നതിന്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചു ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ധൈര്യമായി സ്വർഗ്ഗത്തിലും ഭൂമിയിലും സൃഷ്ടാവായ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൽ ജനിച്ചു. ദൈവസ്നാനത്തിൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണമായ സർവ്വപിതാവായ വരുമാനങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിന് മുമ്പായി 211 ഗീതത്തിന്റെ ആവശ്യമുള്ള ശബ്ദങ്ങൾ കാണിക്കുന്നു. യേശുവോട് കൂടെ പാർത്തു നിത്യം സേവ ചെയ്യുന്നു. Nityam
വർഷക്കാലം അവിടുത്തെ മക്കളെ അത്ഭുതകരമായി വേണ്ടി നടത്തി പുതിയ വർഷത്തിൽ ദൈവിക നടത്തിപ്പും കാവലും സംരക്ഷണവും അനുഭവിക്കുവാൻ അവിടുത്തെ മക്കളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം മഹത്വം അംഗീകരിക്കുന്ന മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്. നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും കൊറോണ വൈറസിന്റെ അതിവ്യാപനത്താൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ സ്വർഗീയ പിതാവ് ഒരിക്കൽ കൂടെ നമ്മോട് കരുണ ചൊരിഞ്ഞതിനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും വരേറ്റ. നമ്മുടെ ജീവിതയാത്രയിൽ അവിടുന്ന് സഹയാത്രികനായി കൂടിയുള്ളത് കൊണ്ടാണ് നമ്മുടെ കാലുകളിൽ തട്ടിപ്പോകാത്തതെന്ന് സംഗീതനക്കാരോടൊപ്പം ചേർന്ന് പാടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കാം. പ്രത്യേകിച്ചും ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ സാഹചര്യത്തെ മറികടക്കുവാൻ തിരുവചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് യാചിക്കാം. ഈ മഹാമാരിയുടെ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയുടെ പ്രതിരോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ദൈവങ്ങളിൽ സമർപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ എന്ന് വിനയമായി യാചിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സഹായത്തിനായി നമ്മുടെ പാഠപുസ്തകത്തിന്റെ പോലെയുള്ള പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ കർത്താവേ ഞങ്ങളെ കേൾക്കണമേ എന്ന് പ്രതിവാക്യമായി പ്രാർത്ഥിക്കുന്നു. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ പുറത്തുകൊണ്ടുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മാനസാന്തരവും നൽകുകയും ഇസ്രായേലിന്റെ ചെറിയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനങ്ങളിലും ഇരിക്കുന്ന സഭകളെ നിങ്ങൾ പ്രത്യേകമായി ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ ഉപയോഗങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുന്നതദോസിനെയും തിരുസേനയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാവിനാൽ നടത്തണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും
അഭിവൃദ്ധിപ്പെടുത്തേണമേ. ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഭൂമിയിലെ ഫലങ്ങൾ ഞങ്ങൾക്ക് ആനുസാരം അനുഭവിക്കേണ്ടതിന് അവയെ കാത്തുകൊള്ളണമേ. കേൾക്കണമേ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഭദ്രതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാടും നഗരവും കരുണയോടെ പരിപാലിക്കണമേ. യുദ്ധമത്സരങ്ങളിൽ നിന്നും അഗ്നിബാധ, പെരുവെള്ളം എന്നീ ആപത്തിൽ നിന്നും മഹാമാരി, പകർച്ചവ്യാധി, ക്ഷാമം എന്നിവയിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ ഉദ്ധരിക്കണമേ. ആമേൻ. ഞങ്ങളെ കേൾക്കണമേ. ഒടുവിലായി നമ്മുടെ നാഴി ഓർക്കുക. ഞങ്ങളുടെ അന്ത്യനാഴിക അടുക്കുമ്പോഴും ഞങ്ങൾ മരണവേദനയിൽ കൂടെ കടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടെ നിദ്ര പ്രാപിപ്പാനും ഞങ്ങളുടെ ദേഹികൾ സമാധാനത്തോടെ തിരികെ പോകുവാനും കർത്താവേ സർവശക്തിയുള്ള കരുണയാൽ കേണമേ. തിരുമുഖം കണ്ടാനന്ദിപ്പാനും സകലദൂതന്മാരോടും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ മക്കളോടും ഒന്നിച്ച് തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിപ്പാനും ആ മഹാദിനത്തിൽ ഞങ്ങളെ തേജോരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവവചന ധ്യാനത്തിന് നമ്മെ തന്നെ വിളിക്കുന്നതിന് മുൻപായി 321 ഗീതം നമുക്ക് ആലപിക്കാം. കർത്താവെ സ്വീകരിക്കുവാൻ മടിക്കയില്ല ഞാൻ, തൻ ക്രൂശിനെ പുകഴ്ത്തുവാൻ മുടക്കമിടുവാൻ. സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമുക്ക് കണ്ണുകളെ അടക്കാം, പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഞങ്ങളോട് ആഴമായി സംസാരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, തിരുവചനം ഞങ്ങളുടെ കാലിന് ദീപവും പാദക്ക് പ്രകാശവും ആകുന്നുവല്ലോ. ഇപ്പോൾ അടിയന്റെ വായിലെ വാക്കുകളും അവിടുത്തെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്കെന്നും പ്രസാദകരമായിരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഏറ്റവും താഴ്മയോടെ യാചിക്കുമ്പോൾ ദേവോനി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ
ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനെ കാതോർക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന സാവകാശത്തിനായി നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ പാഠഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന അഥവാ ലോർഡ്സ് പ്രയർ, കർത്തൃ പ്രാർത്ഥന എന്നാണ് നാം പൊതുവെ ആ വേദഭാഗത്തെ നാം പറയാറുള്ളത്. ഇവിടെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ വേദഭാഗം ധ്യാനിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഒരിക്കൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാനായി കടന്നു ചെല്ലുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് യേശു കർത്താവ് വരുന്ന വേളയിൽ തൻ്റെ ശിഷ്യഗണങ്ങൾ യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, യോഹന്നാൻ പോലും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, നീ ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിക്കണമേ. ഈ ഒരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അവർക്ക് പ്രതിഫല ഉത്തരം കിട്ടുമെന്നല്ലോ അവർ കരുതുന്നത്. നിങ്ങൾക്ക് അവരോട് നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. എന്നിട്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന പഠിപ്പിക്കുവാൻ കർത്താവ് ഒരുങ്ങുന്നത്. പൊതു പ്രാർത്ഥനകൾ ദൈവാനുഭവമായി മാറണമെങ്കിൽ ഏകാന്തതയിലെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പൊതു പ്രാർത്ഥനകൾ ദൈവാനുഭവമായി മാറണമെങ്കിൽ ഏകാന്തതയിലെ മൗന പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് 6-ാമത്തെ വാക്യം അപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് ഉത്തരം തരും. ഇവിടെ യേശു കർത്താവ് ദൈവത്തെ പിതാവേ എന്നാണ് സംബോധന ചെയ്തത്. പുത്രനായ ക്രിസ്തുവിനോട് കൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അർഹത നേടിയിരിക്കുന്നു. കാരണം നാം ദൈവ മക്കൾ തന്നെയാണ്. അതാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ആ പിതാവ് നൽകിയ വലിയ സ്നേഹമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു പിതാവായ ദൈവത്തിന്റെ വാത്സല്യ സ്നേഹത്തിന്റെ അടയാളമാണ് നാം ക്രൂശിലൂടെ കാണുന്നത്. ഇവിടെ യേശു കർത്താവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് അതീതനായ അവൻ ഇമ്മാനുവേൽ കൂടെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടേണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. രണ്ടാമത് പറയുന്നു, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നാമം എന്നാൽ
വ്യക്തിത്വം, സത്വം എന്നൊക്കെയാണ് അർത്ഥം. പൂജിതമാക്കുക, വിശുദ്ധീകരിക്കുക. ഗ്രീക്കില് ഒരു പദമുണ്ട്, ഹാഗിയോസ് എന്നാണ് ആ പദത്തിന്റെ പദം. അതിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ട നാമമാണ് ദൈവത്തിന്റെ നാമം. ദൈവത്തിന്റെ നാമം വേർതിരിക്കപ്പെട്ട നാമമാണ്. അത് ആരാധിക്കപ്പെടേണ്ട നാമമാണ്. അത് പൂജിക്കപ്പെടേണ്ട നാമമാണ്. അത് മറ്റു നാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നാമമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ വെച്ച് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, സകല നാമത്തിനും മേലായ നാമമാണ് ദൈവത്തിന്റെ നാമം. ദൈവത്തിന്റെ നാമം മറ്റു നാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഖുർആനിൽ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അതിന്റെ അർത്ഥം പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിലാകുന്നു. അൽ അദുല്ലാഹി റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സ്തുതി സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. എല്ലാ മതങ്ങളിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ, ദൈവത്തിന്റെ നാമം പുകഴ്ത്തുവാൻ, ദൈവത്തിന്റെ നാമം ആരാധിക്കുവാൻ സർവ മതവും പഠിപ്പിക്കുന്നു. ദൈവനാമം മനുഷ്യന്റെ നാമത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പണ്ടൊക്കെ പേര് കേട്ടാൽ അറിയാം ഇത് ക്രിസ്ത്യാനിയാണോ, മുസൽമാനാണോ, ഹിന്ദുവാണോ എന്ന്. ഇന്ന് പേര് കേട്ടാൽ പോലും തിരിച്ചറിയുകയും ജോർജ് ജോസഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ക്രിസ്ത്യാനിയുടെ പേരാണ്. കബീർ, സുബീർ, മുനീർ എന്ന് പറഞ്ഞാൽ അത് മുസൽമാന്റെ പേരാണെന്നറിയാം. ഭവാനി, ഭാർഗവി, ഭാരതി എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവന്റെ പേരാണ്, ഹിന്ദുവിന്റെ പേരാണെന്നറിയാം. എന്നാൽ ഇന്ന് പേര് കേട്ടാൽ അറിയില്ല. പട്ടിക്കും കുട്ടിക്കും ഒരുപോലെ പേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ നാമവും മനുഷ്യന്റെ നാമവും വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ നാമം പൂജിക്കപ്പെടേണ്ട നാമമാണ്. അത് ആരാധിക്കപ്പെടേണ്ട നാമമാണ്. അത് വിശുദ്ധ നാമമാണ്. താഴോട്ട് വായിക്കുമ്പോൾ പിന്നീട് പറയുന്നു, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കേണമേ. നിന്റെ രാജ്യം വരേണമേ എന്ന് പറഞ്ഞാൽ ദൈവ ഭരണം തന്നെയാണ്. ഇന്ന് മലയാളികളെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം പിറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ചിങ്ങമാസമാണ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ അത് സന്തോഷത്തിന്റെ ദിനമാണ്. പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ച് ഒരു ഓണത്തിന്റെ തയ്യാറെടുപ്പിലാണ്. എന്താണ് ഓണത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്? ഓണത്തിന്റെ ഐതിഹ്യം പറയുന്നത് മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ നല്ല ഭരണകാലത്തെയാണ് അനുസ്മരിക്കുന്നത്. സാധാരണ പഴമക്കാർ പാടാറുണ്ട്, മാവേലി നാട് മണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പുളിവചനം എന്നാണ്. കള്ളത്തരമില്ലാത്ത, ചതിയില്ലാത്ത, പുളിവചനമില്ലാത്ത, സമത്വ സുന്ദരമായ സത്യവും നീതിയും ധർമ്മവും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭരണം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവത്തെ കരയിപ്പിക്കുന്ന ഒരു നാടായി തീർന്നിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം. ദൈവ രാജ്യം വരേണം എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷവും നീതിയും ഉള്ള ഒരു രാജ്യമാണ്. ഇന്ന് നാം പത്രത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ എവിടെ നോക്കിയാലും അഴിമതിയും അധർമ്മവുമാണ്. സരിതയിൽ തുടങ്ങി സരിത്തിൽ വന്ന് ഒടുവിൽ സ്വപ്നയിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. സ്വപ്ന വന്നതോടുകൂടെ ഇന്ന് സ്വർണത്തിന് വില കുതിച്ച് ഉയരുന്ന ഒരു സാഹചര്യം. അത്രമാത്രം അധർമ്മത്തിൻ്റെ അഴിമതിയുടെ പാതയിലൂടെയാണ് ഇന്ന് ലോകം കുതിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം വരേണമേ എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനമുള്ള ദൈവഭരണം, സമത്വ സുന്ദരമായ ദൈവഭരണം സംജാതമാകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ ബോഡിയുമുണ്ട്, സ്പിരിച്വൽ ബോഡിയുമുണ്ട്. ഫിസിക്കൽ ബോഡിയും സ്പിരിച്വൽ ബോഡിയും, ആത്മീയ ശരീരമുണ്ട്, ഭൗതിക ശരീരവുമുണ്ട്. ആത്മീയ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. ഭൗതിക ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ആത്മീയ ശരീരത്തിനും ഭക്ഷണം ആവശ്യമാണ്. ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരയണമേ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവനാമം പൂജിതമാകണം, ദൈവഭരണം സംജാതമാകണം, പാപങ്ങൾ പൊറുക്കപ്പെടണം, പ്രലോഭനങ്ങളിൽ നിന്ന് വിജയം കൈവരിക്കണം, തിന്മയിൽ ഉൾപ്പെടാതിരിക്കണം. ഇതിനുള്ള ആഹാരമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ പിന്നീട് പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഇതല്പം പ്രയാസം പിടിച്ച ഒരു ഭാഗമാണ്. അവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സത്യത്തിൽ ഞാനും നിങ്ങളും ഈ പ്രാർത്ഥന ലോർഡ്സ് പ്രയർ ഏറ്റു ചൊല്ലുമ്പോൾ നാം ആത്മാർത്ഥമായിട്ടാണോ ആ ഭാഗം എത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും എനിക്ക് ആ വേദഭാഗം എത്തുമ്പോൾ ഒരു ചെറിയ പേടിയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് കടങ്ങളും പാപങ്ങളും എന്ന് പറഞ്ഞാൽ? ഗ്രീക്കിൽ പറയുന്നത് ഹമർച്ചിയ എന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതിരിക്കുക, തിന്മ പ്രവർത്തിക്കുക, കുറ്റം ചെയ്യുക, തിന്മയിലേക്ക് വഴുതി വീഴുക, കൊടുത്തു വീട്ടുവാനുള്ള കടം വീട്ടാതിരിക്കുക, നിയമലംഘനം, ഇവയൊക്കെയും കടങ്ങളും പാപങ്ങളുമാണ്. മനുഷ്യരോട് ക്ഷമിക്കാതിരിക്കുന്നവന് ദൈവം നൽകുന്ന പാപമോചനവും രക്ഷയും സ്വീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് ഇതിനോട് ഓർമ്മപ്പെടുത്തുന്നു. സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഒരാളെ പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഒരിക്കൽ മദർ തെരേസ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുവാനായിട്ട് വിളിച്ചു. മദർ തെരേസ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുവാൻ ചെന്ന സമയം പ്രസിഡന്റ് മദറിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മദർ തരണം. അപ്പോൾ മദർ ചെയ്ത ഒരു കാര്യം, കാർഡിനൽ ന്യൂമാൻ്റെ ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ഒരു സമ്മാനമായി കൊടുത്തത്. ആ പ്രാർത്ഥനാ കുറിപ്പ് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ട യേശുവേ, ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ പരിമളം പരത്തുവാൻ സഹായിക്കണമേ. നിന്റെ ചൈതന്യം കൊണ്ട്, ജീവൻ കൊണ്ടും എന്നെ നിറക്കുക. നിന്റെ മഹത്വത്തിൻ്റെ സുതാര്യത മാത്രം എന്നിൽ പ്രകാശിക്കുന്നവനായി നീ എന്നിലേക്ക് തുളഞ്ഞു കയറുക. എന്നെ സ്വന്തമാക്കുക. ഞാൻ കണ്ടുമുട്ടുന്ന ഏവരും നിന്റെ സാന്നിധ്യം ബോധ്യപ്പെടട്ടെ. ആരും എന്നെ തേടാതെ യേശുവേ നിന്നെ തേടാൻ അത് ഇടയാകട്ടെ. പിന്നീട് ചില മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റ് മദറിന് ഒരു കത്ത് എഴുതി. ആ കത്തിൽ പ്രസിഡന്റ് മദറിനോട് ഇപ്രകാരം പറഞ്ഞു: മദർ, നിങ്ങളെനിക്ക് തന്ന ആ പ്രാർത്ഥനാ സമ്മാനമുണ്ടല്ലോ, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥന എനിക്ക് ആശ്വാസമായിരുന്നു. മദർ തെരേസയുടെ ബിസിനസ് കാർഡിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: മൗനത്തിൻ്റെ ഫലം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഫലം വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ഫലം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഫലം സേവനമാണ്. സേവനത്തിൻ്റെ ഫലം സമാധാനമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പ്രകാരമുണ്ട്: ലെസ് പ്രയർ
ലെസ് പവർ, മോർ പ്രെയർ മോർ പവർ, നോ പ്രെയർ നോ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അല്പം മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അല്പം മാത്രമാണ്. നാം ധാരാളം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അപ്രകാരം തന്നെ. പ്രാർത്ഥിക്കുന്നൊന്നുമില്ലെങ്കിൽ അനുഗ്രഹവും ലഭിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥന എന്നത് മനസ്സിൻ്റെ പ്രവൃത്തിയല്ല, ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ്. സംസാരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ചലനമാണിത്. പ്രാർത്ഥിക്കുന്ന കുടുംബം ഇരുമ്പിനേക്കാൾ ശക്തമായ ആവരണം കൊണ്ട് കുടുംബത്തെ രക്ഷിക്കുന്നു. എന്നാൽ അത് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള വെമ്പലിൽ നിന്നുളവായ ഫലരഹിതമായി തീരുന്നു. കാരണം ദൈവത്തെയാണ് പ്രാർത്ഥനയിൽ സംബോധന ചെയ്യുന്നത്, മനുഷ്യനെയല്ല. മനുഷ്യർ കേൾക്കുവാനായി പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് സ്വാർത്ഥതയുടെ പ്രകാശനമായി മാറും. വീണ്ടും ഒരിക്കൽ കൂടെ വചനം ഓർമ്മപ്പെടുത്തുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പണവേദക്കാൻ പ്രാർത്ഥിക്കണം. തിരുവചനത്തിലൂടെ ഞങ്ങളോട് ആഴമായി സംസാരിച്ച് ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച പരിശുദ്ധവും പരിപാവനമായ തിരുവചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ നീയമായി വചനം കേട്ട് പോകുന്നവരായി തീരാതെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വം കർപ്പിക്കുന്നു മിശിഹായുടെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചേർന്ന് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവേ, ആശ തന്ന് അയക്കൽ ഞങ്ങളെ വിശുദ്ധ ശാന്തി വന്ന്